പഠിക്കാതെ ഞങ്ങളുടെ നേതാവ് ഒന്നും പറയാറില്ലെന്നാണ് ഇപ്പൊ പ്രചാരണം. കേട്ടോ നിങ്ങളത് ഭയങ്കരമായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. പാവം കോൺഗ്രസ് അണികളോട്, അതായത് ഇതുവരെ ഞാൻ വോട്ട് ചെയ്തു വന്ന കോൺഗ്രസിനോട്, കൈപ്പത്തിക്കാരോടാണ് പറയുന്നത്, ഇത്രയ്ക്ക് നിങ്ങൾ തരം താഴരുത്. നിങ്ങളുടെ നേതാവ് പറയുന്നത് സത്യമാണോ എന്ന് വായിച്ചു നോക്കാനുള്ള വിവരമെങ്കിലും നിങ്ങൾക്കില്ലേ? മലയാളം വായിച്ചിട്ടില്ലേ? മലയാളം പഠിച്ചിട്ടില്ലേ? ഇംഗ്ലീഷ് പഠിച്ചിട്ടില്ലേ? വായിച്ചു നോക്കുക, സ്വയം വായിച്ച് മനസ്സിലാക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ സെക്ഷൻ 40 പ്രിയപ്പെട്ടവരെ, ഭരണഘടന വിരുദ്ധമാണ്, അങ്ങേയറ്റം ഭരണഘടന വിരുദ്ധമാണ്, വളരെ വ്യക്തമായി. അതുകൊണ്ട് ഇപ്പോൾ അത് പിൻവലിച്ചിരിക്കുന്നു. വളരെ സന്തോഷം. ഭരണഘടനാ വിരുദ്ധമായ സെക്ഷൻ 40 പിൻവലിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി അതുപോലെ തന്നെ ഈ ഭരണഘടനാ വിരുദ്ധമായത് പറയാനാണ് ഒത്തിരി ഉണ്ട് കേട്ടോ, പലത് പറയാനുണ്ട്. ഞാൻ അതിൽ ഏതാനും ചിലത് മാത്രം പറയാം. അതായത് ഈ സെക്ഷൻ 40 മാത്രമല്ല, 83(4). എന്താ 83(4) പറയുന്നത്? അതായത് ഈ വഖഫ് ബോർഡ് ഒരു ഭൂമി വഖഫാണെന്ന് പ്രഖ്യാപിച്ചാൽ വഖഫ് ട്രിബ്യൂണൽ അതങ്ങനെയല്ല എന്ന് പറയുന്നതുവരെ വഖഫ് ബോർഡിന്റെ വിധി അന്തിമമാണ്. അപ്പോൾ അതിനോട് ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ പോകേണ്ടത് എവിടെയാണ്? സിവിൽ കോടതിയിൽ അല്ല, പിന്നെ എവിടെയാണ്? വഖഫ് ട്രൈബ്യൂണലിലാണ്. അപ്പോൾ വഖഫ് ട്രൈബ്യൂണലിന് സിവിൽ കോടതിയുടെ തുല്യമായ സ്ഥാനം കൊടുത്തിരിക്കുന്നു എന്നാണ്. അല്ല, അപ്പോൾ സിവിൽ കോടതിയുടെ തുല്യമായ സ്ഥാനമാണെങ്കിൽ സിവിൽ കോടതിയിൽ എന്തൊക്കെയാ ഉള്ളത്? കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ, അതുപോലെ തന്നെ എവിഡൻസ്, കൃത്യമായ ഇന്ത്യൻ എവിഡൻസ് ആക്ട്, ഇത് രണ്ടും സിവിൽ കോടതികളിൽ പാലിക്കപ്പെടുന്നതാണ്. പക്ഷേ വഖഫ് ട്രൈബ്യൂണൽ ഇത് പാലിക്കപ്പെടുമോ? സിവിൽ കോടതിയിൽ ആരെങ്കിലും മറ്റൊരാളുടെ ഭൂമിക്ക് അവകാശവാദം ഉന്നയിച്ചാൽ അത് തെളിയിക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കാ? അവകാശവാദം ഉന്നയിച്ച ആൾക്കാർ. അതാണ് ആ സിവിൽ പ്രൊസീജിയർ കോഡ് എന്ന് പറയുന്നത്. ആ ഒരു സംഗതിയാണ്. നോക്കുക, അത് വളരെ വ്യക്തമായും ഇവിടെ ലംഘിക്കപ്പെടുകയാണ്. ഇത് വഖഫ് അല്ല എന്ന് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കാ? ബേർഡൻ ഓഫ് പ്രൂഫ് ആർക്കാണ്? മുൻപങ്കാർക്ക്. അവർ തെളിയിക്കേണ്ടത് ഞങ്ങളുടെ കയ്യിൽ എല്ലാ ഡോക്യുമെന്റും ഉണ്ട്, ഞങ്ങളുടെ ഡോക്യുമെന്റ് ഒക്കെ ക്ലിയർ ആണ് എന്നല്ല. അങ്ങനെ ഞങ്ങളുടെ ഡോക്യുമെന്റ് ക്ലിയർ ആയതുകൊണ്ട് കാര്യമില്ല. ഇത് വഖഫ് അല്ല എന്ന് മുനമ്പങ്കാര് തെളിയിക്കണം. ഇതാണ് വഖഫ് ട്രൈബ്യൂണലിലെ പ്രൊസീജിയർ. അപ്പോ എങ്ങനെയാണിത് സിവിൽ കോടതിയുടെ പ്രൊസീജിയറുമായിട്ട് എങ്ങനെയാണ് ചേർന്ന് പോകുന്നത്? 2, എവിഡൻസ് ആക്ട്. സിവിൽ കോടതിയിൽ ഈ അവകാശവാദം ഉന്നയിക്കപ്പെട്ട സ്ഥലത്തിന്റെ ഉടമകൾ ചെന്നിട്ട് ഇത് ഞങ്ങൾക്ക് ഈ ഡോക്യുമെന്റുകളൊക്കെ ഉണ്ട്, ഞങ്ങൾ കൃത്യമായിട്ട് വാങ്ങിച്ചതാണ്, ഇത്രയും വർഷമായി, അപ്പൊ അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് അനുകൂലമാണ്. സിവിൽ കോടതിയിൽ ലിമിറ്റേഷൻ ആക്ട് ഉണ്ട്. അതായത് ഒരു വ്യക്തിപരമായ ഭൂമി വിഷയങ്ങളോ മറ്റോ പ്രോപ്പർട്ടി കാര്യങ്ങളോ ആണെങ്കിൽ 12 വർഷം, അല്ല സർക്കാരിൻ്റെതാണെങ്കിൽ 30 വർഷം. അപ്പൊ ഇങ്ങനെ ലിമിറ്റേഷൻ ആക്ട് സിവിൽ കോടതിക്ക് അത് അവിടെ അപ്ലൈ ചെയ്യപ്പെടും. എന്നാൽ ട്രൈബ്യൂണലിൽ അതുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് വഖഫ് ട്രൈബ്യൂണലില് ഇന്ത്യൻ പൗരന്മാർക്ക് ന്യായമായ അവരുടെ അവകാശങ്ങൾ എങ്ങനെ സ്ഥാപിച്ചു കിട്ടുമെന്നാണ് പറയുന്നത്? ലിമിറ്റേഷൻ ആക്ട് എടുത്തു കളഞ്ഞിരിക്കുന്നത് 107 സെക്ഷനിലാണ്. വഖഫ് ആക്ട് 1995 ലിമിറ്റേഷൻ ആക്ട് വഖഫ് പ്രഖ്യാപന കാര്യത്തിൽ അപ്ലൈഡ് അല്ലാത്ത, അതായത് 1000 വർഷങ്ങൾക്ക് മുൻപുള്ളതിനു മേലും അവകാശവാദം വഖഫ് ബോർഡിന് ഉന്നയിക്കാം. ഇത് എന്താണ്? ഇന്ത്യക്കൊരു മതമുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മതേതര രാഷ്ട്രമെന്ന് ഇതുവരെ കരുതിയിരുന്ന നമ്മള് ചോദിച്ചു പോവുകയാണ്, എന്താണ്? ശരീഅത്ത് നിയമമാണോ ഇന്ത്യയുടെ ഭരണഘടന? ശരീഅത്ത് നിയമത്തിൽ പറയുന്ന കാര്യമാണ് ഇവിടെ നടക്കേണ്ടത് എങ്കിൽ ഇന്ന് സുപ്രീം കോടതിയിൽ കേരള സർക്കാർ പരാതി കൊടുത്തിരിക്കുന്നത് വൺസ് വഖഫ് ഓൾവേസ് വഖഫ് എന്നതാണ് തത്വം എന്ന് പറഞ്ഞിട്ടാണ്. വൺസ് വഖഫ് ഓൾവേസ് വഖഫ് എന്നതാണ് തത്വം.
അപ്പോ എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത്, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തു വെച്ചാണ് ജീവിക്കേണ്ടത്? ഇവിടെ ഇന്ത്യയിൽ നമുക്ക് ബാധകമായത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണോ അതോ ശരീഅത്ത് നിയമമാണോ? പിണറായി വിജയന് എന്താണ് പറയാനുള്ളത്? ഇവിടെ നമ്മൾ ഇതാണ് തത്വം. ആരുടെ തത്വം? ആരുടെ തത്വം? മുഖ്യമന്ത്രിയുടെ തത്വമാണോ? കേരള സർക്കാരിന്റെ തത്വമാണോ? ഇന്ത്യൻ ഭരണഘടനയുടെ തത്വമാണോ? വൺസ് വഖഫ് ഓൾവേസ് വഖഫ്. ഇനി അതുപോലെ തന്നെ ഈ ഒരു ഭരണഘടനാ വിരുദ്ധത എന്ന് പറയാനായിട്ടാണെങ്കിൽ മറ്റൊന്ന് 108A സെക്ഷൻ 108A കുടിയൊഴിപ്പിക്കാം അതിനുള്ള അധികാരം വഖഫ് ബോർഡിനുണ്ട്. അത് നിലവിലുള്ള മറ്റെല്ലാ നിയമങ്ങളെക്കാളും മുകളിലായിരിക്കും. അതായത് ട്രൈബൽസിനെ സംരക്ഷിക്കാനുള്ള നിയമം ഇവിടെ ഉണ്ട്. അവരുടെ ഭൂമി ആരും കയ്യേറരുത് എന്നാണ്. പക്ഷേ വഖഫ് ആണെങ്കിൽ ട്രൈബൽസിന്റെ ഭൂമിയും ആ നിയമത്തെയും അതിജീവിക്കും. SC/ST പ്രൊട്ടക്ഷന്റെ ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതുപോലെ ഇന്ന് നിലവിലുള്ള നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് അതിനൊക്കെ മുകളിൽ ശരീഅത്ത് നിയമം നിൽക്കും എന്നാണ് 1995 വഖഫ് ആക്ടും അതിനെ സാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്താണ് മൂർഖൻ രാജ വെമ്പാലയായി മാറിയ, അതായത് നീർക്കോലി പക്ഷേ നെഹ്റുവിൻ്റെതാ. നെഹ്റു 1954 കൊണ്ടുവന്നത് ഒരു നീർക്കോലിയാണ്. ഇത് സാറിന്റെ ഇത് തന്നെയാണ് കേട്ടോ, എൻ്റെ അല്ല, സാറ് പറഞ്ഞത്. അപ്പോൾ 1954 നെഹ്റു കൊണ്ടുവന്ന നീർക്കോലി, 1995 നരസിംഹറാവു കൊണ്ടുവന്നപ്പോൾ അത് മൂർഖൻ, 2013 മൻമോഹൻ സിംഗ് കൊണ്ടുവന്നപ്പോൾ അത് രാജ വെമ്പാല. ഇപ്പോ മനുഷ്യർക്ക് ഇരിക്കാനും വയ്യ, കിടക്കാനും വയ്യ, ഓടാനും വയ്യ എന്ന അവസ്ഥയിലാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് വളരെയേറെ സങ്കടമുണ്ട്. ആ സങ്കടം മുനമ്പം ഭൂസംരക്ഷണ സമിതി ഈ സമരം കൊണ്ടുപോകുന്ന രീതികളെക്കുറിച്ചാണ്. സമരം എന്ന് ഞാൻ പറയുമ്പോൾ സമരത്തെക്കുറിച്ച് ഷാജൻ സറിയ സാറ് കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാനത് മിണ്ടുന്നില്ല. പക്ഷേ കേസ് കൊടുക്കുന്ന കാര്യത്തിൽ ഒരു കേസ് നമ്മൾ കൊടുത്താൽ ആ കേസ് ഏറ്റവും ശക്തമായ വാദഗതികൾ ട്രയൽ കോടതിയിൽ അവതരിപ്പിക്കണമെന്നും അതിശക്തമായ തെളിവുകൾ അവിടെ എത്തിക്കണമെന്നും നിർബന്ധമില്ലാത്ത ആരാണ് കേസിന് പോകുന്നത്?